ഡീസൽ IMT ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ, ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ മാറ്റാം, വണ്ടി ഓഫായി പോകുന്ന പ്രശ്നം ഒന്നുമില്ല. 6,00,000 2018 മോഡൽ 19 രജിസ്ട്രേഷൻ ZDI+ ഓട്ടോമാറ്റിക് ഈ ഒരു ഡിസയർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് 68. അത് കുറവാണ്, ഓട്ടം കുറവാണ്, ഓണറും കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമാണ് അല്ലേ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ബ്രോസ് കാസിൽ ഹുസൈൻ ഖാൻ്റെ കൂടെ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഹുസൈൻ ഖാ, സ്വാഗതം. വർഷാവസാനമാണ്, അതെ. അപ്പോൾ മൊത്തത്തിൽ വർഷം അറിയാൻ പോവാണ്. വണ്ടിയുടെ പ്രൈസ് ഒക്കെ ലാസ്റ്റ് റേറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ എല്ലാ സെഗ്മെന്റിലും ഇന്ന് കാണിക്കട്ടെ. നമ്മൾ 7 സീറ്റർ അടക്കമുണ്ട് അല്ലേ? 7 സീറ്റർ അടക്കമുള്ള വണ്ടികളാണ്. കൂടുതൽ ബലേനോ കാണുന്നുണ്ട് സ്റ്റോക്ക്. സ്വിഫ്റ്റ് ഉണ്ടോ? ഒരെണ്ണം. ഓക്കെ, അപ്പോൾ ഏതായാലും കണ്ടു നോക്കാം. ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂരിൻ്റെ അടുത്ത് മമ്മിയൂരിൽ നിന്ന് കുന്നംകുളം പോകുന്ന റൂട്ടിൽ ലിറ്റിൽ ഫ്ലവർ കോളേജ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഏകദേശം രാജ ഇന്ത്യൻ ഓയിൽ പമ്പ് അതിൻ്റെ സൈഡിൽ തന്നെ. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. പിന്നെ ഇവിടെ നടക്കുന്ന കാറുകളുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാലമായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ഇതുവരെ നമുക്ക് പ്രേക്ഷകരുടെ സൈഡിൽ ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ആ ഒരു ഉറപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതേപോലെ തന്നെ ചെക്ക് എടുക്കുന്നത് ആ ഒരു ഉറപ്പ് കൊടുക്കാം. ഓക്കെ, എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോ കാണാം. സ്വിഫ്റ്റില്ല, പക്ഷേ ഡിസൈർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. KL 46 ഗുരുവായൂർ വണ്ടി. നല്ലൊരു നീറ്റ് വണ്ടി കേട്ടോ. അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നൊരു വണ്ടിയാണ്. നല്ല ടയർ ഭാഗമുണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2013 വണ്ടി, 13 മോഡൽ, ഡീസൽ, 44,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. ഞാൻ കിലോമീറ്റർ അറിയുന്നതിന് മുന്നെയാണ് ഈ ഒരു വൃത്തി പറഞ്ഞത്. ആ ഒരു കിലോമീറ്റർ തോന്നുകയുള്ളൂ കണ്ടാൽ. എന്തായാലും ആ ജെനുവിറ്റി പറയാൻ പറ്റുമോ നമുക്ക്? 2013 പറയുമ്പോൾ ഒരു 3 കിലോമീറ്റർ അപ്പുറം നിർത്ത വണ്ടിയാണ്. ഒരു ഡോക്ടർ പേരിലുള്ളതാണ്. അവരടുത്ത് 3 വണ്ടികളുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കിലോമീറ്റർ തന്നെ ആയിരിക്കും. പിന്നെ വീഡിയോയിൽ അലോയ്സ് ചെയ്തിട്ടുണ്ട്. ടയർ പുതിയതാണ്. വണ്ടി ക്ലീൻ ആണ്. ഷോറൂം കണ്ടീഷൻ, ക്ലീൻ പീസ് സാധനം കാണും പറയാം. അങ്ങനത്തെ ക്ലീൻ പീസ് സാധനമാണ്. ഓക്കെ, ലോ കിലോമീറ്ററും ഇനി എത്ര ഓടാൻ കിടക്കുന്നു അല്ലേ? മൈലേജ് ഉണ്ടോ? ഒരു 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. 20 അടുത്ത് മൈലേജ് ഉണ്ടാവും. ഒരു ക്ലെയിം സംഭവിച്ചില്ല? ഒരു ക്ലെയിമും ഇല്ല, ഒന്നുമില്ല. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ് നമുക്ക് ലാസ്റ്റ് ഒരു 390 കൊടുക്കാം. 2013 BDI 390. വില ഇതിലും കുറച്ച് വണ്ടി കിട്ടും. പക്ഷേ നീറ്റ്നെസ്, ആ ഒരു കിലോമീറ്റർ എല്ലാം കൂടി നോക്കുക. അപ്പോൾ താല്പര്യമുള്ളവരുടെ എന്തായാലും വിളിക്കാം. പിന്നെ ടാക്സി പർപ്പസ് ഒക്കെ നോക്കുന്നവർക്ക് എന്തായാലും എടുക്കാൻ പറ്റും അല്ലേ? എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിലവിൽ പേപ്പറിലൊക്കെയാണ്, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഒന്നും ചെയ്യാനില്ല, എടുക്കാൻ ഓടില്ല. ഓക്കെ, അപ്പോൾ ലോൺ ഒരു 3 ലക്ഷം കിട്ടും. 3 ലക്ഷം വരെ കിട്ടും. എന്താണ് ചാൻസ്? 2 വർഷത്തിന് കിട്ടുള്ളൂ നോക്കാം. ആ വർഷം 13 അതുകൊണ്ടാണ്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം ബലേനോ KL 46. ഇതും ഗുരുവായൂർ വണ്ടി തന്നെയാണ്. ഇതും ഡീസലാ? ഇത് പെട്രോള്, സീറ്റ. ഗുരുവായൂർ ഇവിടുന്ന് ഒരു ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ തൊട്ടടുത്ത്. അവിടുത്തെ വണ്ടിയാണ് എല്ലായിടത്തും അധികം വണ്ടികൾ. ഗുരുവായൂരുള്ള വണ്ടികൾ കൂടുതൽ KL 46 തന്നെയാണ് കാണാറുള്ളത്, കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. 76 ഓട്ടം മോഡൽ 80 സർവീസ് വരുന്നത്. 2016 അല്ല 16 മോഡൽ സീറ്റ പെട്രോൾ വണ്ടിയാണ്. 76,000. അലോയ്സ് എല്ലാം ഉണ്ടോ? സീറ്റാന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. ചെറിയ മാറ്റമുള്ളൂ ആൽഫയായിട്ട് വരുന്നത്. ഒരു നോർമൽ ഓട്ടം പോയ വണ്ടി തന്നെയാണ് അല്ലേ? എന്തെങ്കിലും ക്ലെയിം റീപ്ലേസ്? നീറ്റ് വണ്ടിയാണ്, ഒരപാധയില്ല. സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? ഓക്കെ, ഇതിന് ഒരു 12-15 റേഞ്ചൊക്കെ മൈലേജ് കിട്ടുമല്ലേ? ആ റേഞ്ച് കിട്ടും. എന്തായാലും കിട്ടും. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മളിതൊരു 4,75 കൊടുക്കാം. ഫൈനലാണോ അത്? ലാസ്റ്റ് റേറ്റ് ഇവിടെ 5,20 പറഞ്ഞത്. ഇയറിൻ്റെ എല്ലാം വരുന്നത് റേറ്റ് കുറച്ച് കൊടുക്കാം. അപ്പോൾ 4,75,000 രൂപയ്ക്ക് 76,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് സീറ്റ 2016 മോഡൽ പെട്രോൾ ബലേനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 4 ലക്ഷം വരെ ലോൺ കിട്ടും. 4 വരെ കിട്ടും. വെറും 25,000 രൂപ കണ്ടാൽ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി ബലേനോ ആണ്. ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ വീണ്ടും ബലേനോ തന്നെ KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇതെങ്ങനെയാണ്? 2017-18. ഇത് സിഗ്മയാണ്. സിഗ്മ എന്ന് പറഞ്ഞ ബേസ് ആണ് അല്ലേ? ഇത് ഹെഡ്ലാമ്പ് ചെയ്താണ്, പ്രൊജക്റ്റഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലാമ്പ് വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അഡീഷണൽ നല്ല സീറ്റ് കവർ ഉണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്, സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പവർ വിൻഡോ സീൽ 2 വരിക? ഫ്രണ്ടല്ലേ വരിക? ഫ്രണ്ടിൽ 2 ഡോർ പവർ വിൻഡോ.
17 മോഡലും 18 രജിസ്ട്രേഷനും 18 രജിസ്ട്രേഷനും വരുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ? ഒന്നുമില്ല. സർവീസ് ഒക്കെ ഉണ്ടോ? ആ സർവീസിലുണ്ട്. ഓട്ടോ എത്ര പോയി? 68,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വാഹനമാണ്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലാത്ത ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി നല്ല വണ്ടിയാണ്. ഒന്നും ചെയ്യാനില്ല, ബാക്കി എടുത്താൽ ഒന്നും ചെയ്യാനില്ല അല്ലേ? ഓക്കെ, എത്ര രൂപ ഇൻഷുറൻസ്? 4 ലക്ഷം രൂപ ഐ ഡി ഉണ്ട്. എത്ര ചോദിച്ചു? 4 രൂപ കൊടുക്കാം. 4,20,000 രൂപയ്ക്ക് 2018 മോഡൽ 17 മോഡൽ 18 രജിസ്ട്രേഷൻ അല്ലേ വരുന്ന ബലേനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 4,20,000 ഒരു ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? ഏകദേശം ഒരു 4 ലക്ഷം കിട്ടും. 4 ലക്ഷം വരെ കിട്ടും. 20,000 കണ്ടാൽ ഇത് ഇറക്കാം. ഇത് വീണ്ടും ബലേനോ തന്നെ KL 46 ഗുരുവായൂർ വണ്ടിയാണ്. ഇത് ഇന്ന് വന്ന വണ്ടി കേട്ടാ. ഇന്ന് വന്നിട്ടുള്ളൂ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ ഡെൽറ്റ സെക്കൻഡ് ഓപ്ഷൻ ആണ്. 20 പ്രൊജക്റ്റഡ് ഓൾറെഡി വരുന്നുണ്ട്. ഓക്കെ, ബാക്കി കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ആണ്. റീപ്ലേസ് ഒന്നും ഇല്ല. കിലോമീറ്റർ 58,000. 2020 മോഡൽ ഡെൽറ്റ പെട്രോൾ വണ്ടി, മാനുവൽ. ഇപ്പോൾ കണ്ടല്ല മാനുവലാണ്. ഓക്കെ, ഒരു എന്തെങ്കിലും ക്ലെയിം ഇല്ല? മേജർ ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ഇതൊന്നും ചെയ്തിട്ടൊന്നുമില്ല അല്ലേ? കൊണ്ടുവന്ന അങ്ങനത്തെ വന്നിട്ട് ഇനിയിപ്പോൾ പോളിഷ് ചെയ്യാണ്ട് സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുകയാണ് വണ്ടി ഇപ്പോൾ എടുത്ത്. ഓക്കെ, ഡെൽറ്റയാണ്. AC പോസ്റ്ററിന് ഫോട്ടോ കോർണറിൻ്റെ സെൻട്രൽ ലോക്ക്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഡിഫോവർ വരുന്നില്ല അല്ലേ? ഓക്കെ, എത്ര രൂപ ചോദിക്കുന്നത്? ഒരു 5,75,000 കൊടുക്കാം. 5,70,000 ലാസ്റ്റ് ആണോ? അതോ ലാസ്റ്റ് ആണ്. 5,45 ലക്ഷം 2020 ഡെൽറ്റ ബലേനോ പെട്രോൾ വണ്ടി, സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ, ലോൺ ഒരു 5-5.5 കിട്ടും. 5 ലക്ഷം രൂപ കിട്ടും. 5.5 കിട്ടും. ഏകദേശം ഒരു 15 കാശിനല്ലേ? ഓക്കെ, 15 ഏകദേശം റേറ്റ് കൊടുക്കും. ഓക്കെ. അടുത്ത വണ്ടി. അപ്പോൾ അടുത്ത ജാസ് ആണ്. KL 46 ഗുരുവായൂർ വണ്ടി അല്ലേ? അതെ, ഗുരുവായൂർ തന്നെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017-18 വണ്ടി. ഓക്കെ, 17 മോഡലും 18 രജിസ്ട്രേഷനും. പെട്രോൾ ഓട്ടോമാറ്റിക് CVT ഓട്ടോമാറ്റിക് ജാസ് ആണ്. ഒരു പ്രീമിയം ഹാച്ച് ബാക്ക്, നല്ല ഡ്രൈവിംഗ് കംഫർട്ടും സൂപ്പർ വണ്ടിയാണ്. അത്രയും സ്പേസ് ഉണ്ടല്ലേ ഉള്ളിൽ, ലെഗ് സ്പേസും എല്ലാം കൊണ്ടും നീണ്ടു തുറന്നിരിക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട്. ഓക്കെ, കിലോമീറ്റർ എത്രയായത്? കിലോമീറ്റർ 77,000 കിലോമീറ്റർ ഓടിയ 17 മോഡൽ 18 രജിസ്ട്രേഷൻ CVT പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. സിംഗിൾ ഓൺഷിപ്പ് തന്നെ. ഓപ്ഷൻ ഏതാ? ഫുള്ളാ? ഇത് വി ആണല്ലേ? ഫുള്ളിന്റെ തൊട്ട് അലൈവിലും ഒക്കെ വരും. പുഷ്പട്ട വരുന്നുണ്ട്. പുഷ്പട്ടയിലും ബട്ടർ സ്റ്റാർട്ട് വരുള്ള. ബാക്കി അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വി ആണ് ഓപ്ഷൻ വരുന്നത്. 2 എയർ ബാഗ് ഉണ്ടാവും. എത്ര രൂപ ചോദിക്കുന്നത്? എത്രയാണ്? നമുക്കൊരു 5,75,000 രൂപ കൊടുക്കാം. 17 മോഡൽ 18 രജിസ്ട്രേഷൻ പെട്രോൾ ഓട്ടോമാറ്റിക് വി ഓപ്ഷൻ ജാസ് 5,75,000 കൊണ്ടുപോകാം. ലോൺ ഒരു 5 ലക്ഷം രൂപ കിട്ടും. 5 കിട്ടും. ഓക്കെ, ഒരു വർക്കുമില്ലല്ലോ വണ്ടി? ഒരു വർക്കുമില്ല. CVT ഓട്ടോമാറ്റിക് ആണ്. ഈ ഡ്രൈവിംഗ് കംഫർട്ടും എല്ലാം ഉണ്ടെങ്കിലും മൈലേജ് കുറച്ച് കുറയും. ഒരു 11 to 13 ആ റേഞ്ച് കണ്ടാൽ മതി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ആൾട്ടോ 800 KL 72 വണ്ടി. അത്യാവശ്യം ഒന്ന് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ലുക്കൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ. എങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡൽ VXI. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഓട്ടോ എത്ര? 55,000 കിലോമീറ്റർ ഓട്ടോ. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ 18 മോഡലാണ് പറഞ്ഞത്? 18 മോഡൽ VXI. ഓക്കെ, 52,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഒരു ക്ലെയിമും ഇല്ല. ടയേഴ്സ് ഫ്രണ്ടിലാണ്, പുറകിൽ ആവറേജ് ഉള്ളൂ. ഒരു വർക്കുമില്ലല്ലോ അല്ലേ? ഒന്നുമില്ല. അതേപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട്, പോളിഷിന് പോയിക്കാണ്. 2017 വണ്ടി. ഓക്കെ, VXI തന്നെയാണ്. ഇത് 18 ആണ്. ഇതിന് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്കൊരു 2,65,000 കൊടുക്കാം. 18 മോഡൽ VXI 2,65,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതെത്ര കൊടുക്കാം? 2,65,000. അത് 41,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓൺഷിപ്പ് വേണ്ട. ഇത് സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. കുറച്ച് ഓട്ടം പോയിട്ടുണ്ട്. 70 സംതിങ് പോയിട്ടുണ്ട് അല്ലേ? ഇത് 68. അത് കുറവാണ്, ഓട്ടം കുറവാണ്, ഓണറും കുറവാണ്. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസമാണ് അല്ലേ? വർഷം. ഓക്കെ, ലോണ് ഫുള്ള് കയറുമോ? ഏകദേശം 2.5 കിട്ടും. 2.5 വരെ. ചെറിയ ഡൗൺ പേയ്മെന്റ് ആണ് ഇതൊക്കെ. നല്ല വണ്ടി കേട്ടോ. ഈ 2 വണ്ടിയും നല്ല ക്ലീൻ വണ്ടി. അപ്പോൾ ഇത് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. 18-19 റേഞ്ച് മൈലേജും കിട്ടും അല്ലേ? അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ആൾട്രോസ് ആണ്. ടാറ്റ ആൾട്രോസ്. ടൊയോട്ട മൈലേജ് വരുന്നത്. ഓക്കെ, KL 69 രജിസ്ട്രേഷൻ വണ്ടി. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ് സേഫ്റ്റിയിൽ. എങ്ങനെയാണ് ഡീറ്റെയിൽ? എങ്ങനെ ഇത് ചെറിയൊരു ക്ലൈമുള്ള വണ്ടിയാണ്. ക്ലൈം ഉണ്ട്? ഓക്കെ, ഇത് ടാനിങ് തിരിക്കുമ്പോഴേ കയ്യിൽ നിന്ന് പോയതാ. ഡിവൈഡറുമ്പോൾ തട്ടി ആ സൈഡ് ഫെൻഡർ മാറിയിട്ടുണ്ട്. ഈ സൈഡ് 2 എയർ ബാഗ് ചാടിയിട്ടുണ്ട്. ഈ അടി വന്നപ്പോൾ എയർ ബാഗ് ചാടിയിട്ടുണ്ട്. ഈ ഗ്ലാസ് മാറിയിട്ടുണ്ട്.
അത് ഷോറൂമിൽ നിന്നാണ് അവർ മാറിയുള്ളത്. ഒരു 2 ലക്ഷം. നല്ല റെഡി സൈഡ് കൊണ്ടിരുന്നു. ബോണറ്റ് ഒന്നും പറ്റില്ല കേട്ടോ. ബോണറ്റ് മാറി മറ്റേ ഇതോ അപ്രോണിലേക്ക് ഒന്നുമില്ല. അപ്രോണിന്റെ ആ സൈഡില്ല, മറ്റേ ജസ്റ്റ് നമുക്കൊന്ന് പൊക്കി നോക്കാം. ബോണറ്റിന്റെ നോക്കാറോ? അത് കാണിച്ചു കൊടുക്കുക, കസ്റ്റമറിന് കാണിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കട്ടെ, ഇപ്പം തന്നെ അറിയാലോ. ഇത് മാറിയിട്ടില്ല അല്ലേ? ബോണറ്റ് മാറിയിട്ടില്ല. ഈ സൈഡാണ്. ഈ സൈഡ് വർക്ക് എടുത്തിട്ടുണ്ട്. അപ്രോണിന്റെ മേജർ അയിമലൊന്നും വർക്ക് ആയിട്ടില്ല അല്ലേ? അപ്രോണിന്റെ വേസ്റ്റിംഗ് ഒക്കെ അതുപോലെ തന്നെ കാണുന്നുണ്ട്. പക്ഷേ ഈ സൈഡിൽ ചെറുതായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട്. ഈ സൈഡ് ഇങ്ങനെ ഫ്രണ്ടിന്റെ ഈ വർക്ക് ആ സൈഡാണ് തട്ടിയത്. അപ്രോണിലേക്കൊന്നും പോയിട്ടില്ല. ഇവിടെ ഒന്നും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും എയർ ബാഗ് ആടിയല്ലേ, ഡാഷ്ബോർഡ് മാറിയിട്ടുണ്ടാവും. ഷോറൂമിൽ തന്നെ അവർ ചെയ്തത്. അതിന്റെ കാര്യങ്ങളൊക്കെ ഷോറൂമിലുണ്ട്, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു വിലക്ക് കൊടുക്കാമല്ലോ. ആ വിലക്ക് കൊടുക്കാം. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2020 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20 69,000 കിലോമീറ്റർ. തൊട്ട് താഴെയുള്ള വണ്ടി എക്സെഡ് ആണ്. മാനുവൽ എക്സെഡ് മാനുവൽ. അലോയ്സ് പുഷ് ബട്ടൺ വരുമോ ഇതിൽ? ബട്ടർ സ്റ്റാർട്ട് ഉണ്ട്, പുഷ് ബട്ടൺ വരുന്നുണ്ട്. അലോയ്സ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരും ഓൾമോസ്റ്റ്. ഹെഡ് ലാമ്പും പ്രൊജക്റ്റഡ് ആണ്. ചെറിയൊന്നും മാറ്റമുള്ളൂ തോന്നുന്നു പ്ലസിലേക്ക് പോകുമ്പോൾ അല്ലേ? പ്ലസിലേക്ക് പോകുമ്പോൾ ചെറിയ വ്യത്യാസമുള്ളൂ. ഓക്കെ, എന്തായാലും എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ്? നമുക്കൊരു 4,30,000 കൊടുക്കാം. 4,30,000 രൂപയ്ക്ക് 2020 അൾട്രോസ് എക്സെഡ് ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ വരുന്ന 69,000 കിലോമീറ്റർ ഓടി വണ്ടി അല്ലേ? ഏകദേശം ഫുൾ ലോൺ കിട്ടും നമുക്ക്. ഫുൾ ലോണും കയറും. അപ്പോൾ ഈ ഒരു ഇടി കൊണ്ടാണ് ആ ഒരു റേറ്റ് മാറ്റം വന്നേക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും കമ്പനി ചെക്ക് ചെയ്യാം. 2 എയർ ബാഗ് ചാടിയിട്ടുണ്ട്, ഡാഷ്ബോർഡ് മാറിയിട്ടുണ്ട്, ഫെൻഡർ മാറിയിട്ടുണ്ട്, ഗ്ലാസും മാറിയിട്ടുണ്ട്. ഇത്രയും ക്ലെയിം ഉണ്ട്. 2.5 ലക്ഷം രൂപയുടെ ക്ലെയിം ഫുൾ ഹിസ്റ്ററിയിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ നോക്കിയപ്പോൾ ഉള്ളിൽ അപ്രോണിലേക്കൊന്നും കണ്ടിട്ടില്ല അല്ലേ? ഓക്കെ, വേറെ അങ്ങനത്തെ ഓടിക്കാനുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അലോയ്സ് പോലും തട്ടിയില്ലല്ലോ? ഇല്ല, അലോയ്സ് മാറിയിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ വിളിക്കാം. ഫുൾ ഓണിൽ ഒരു അൾട്രോസ് 2020 മോഡൽ 4,30,000 രൂപയ്ക്ക് എക്സെഡ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത 7 സീറ്ററാണ്. നമ്മൾ കഴിഞ്ഞ തവണ കാണിച്ച വണ്ടിയാണെന്ന് തോന്നുന്നത്. ഇത് മഹീന്ദ്ര സൈലോ ആണ്, KL8 രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽ? 2012 മോഡല്, 1,03,000 കിലോമീറ്റർ ഓട്ടം, മേജർ സർവീസ് കഴിഞ്ഞു. വണ്ടി ക്ലീൻ വണ്ടിയാണ്, ടച്ചിങ് പോലും ഇല്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലേ? ഓക്കെ, അതൊന്നും നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. പുതിയ ടയേഴ്സും ഫ്രണ്ടിൽ നല്ല ടയേഴ്സ് ഉണ്ട്, പുറകിൽ ആവറേജ് ആണ്. ഓക്കെ, സർവീസ് വെച്ചാൽ മേജറെല്ലാം കഴിഞ്ഞു. നിങ്ങൾ എടുക്കുന്ന പാർട്ടിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. സാധാരണ ഗതിയിൽ പെട്രോൾ ഡീസൽ അടിക്കുക, ഓടിക്കുക അല്ലേ? ഒരു 12 മൈലേജ് കിട്ടുമോ സൈലോയിൽ? ഏകദേശം ഒരു 12-13 റേഞ്ച് കിട്ടും. ഓക്കെ, ഓണർഷിപ്പ് എത്രയായിരുന്നു? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഒറിജിനൽ കേരള വണ്ടി. എത്രയായിരുന്നു അന്ന് പറഞ്ഞത് നമ്മൾ? അന്ന് നമ്മൾ 3.35 പറഞ്ഞത്. ഇനിയിപ്പോൾ കുറച്ചിട്ട് ലോസ് കൊടുക്കണോ? അതോ നമ്മൾ ഏകദേശം എടുത്ത വിലക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, എത്രയാ? നമുക്ക് 2,95,000 കൊടുക്കാം. 2,95,000 രൂപയ്ക്ക് ഈ ഒരു 7 സീറ്റർ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2012 മോഡൽ സൈലോ, 1,08,000 കിലോമീറ്റർ, മേജർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ടാക്സി പർപ്പസ് നോക്കുന്ന ആളുകളുണ്ടെങ്കിലും തീർച്ചയായും എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണല്ലേ? ലോണ് ചാൻസ് ഉണ്ടോ സൈലോന്? ഏകദേശം ഒരു 1.5 വർഷം കിട്ടുള്ളൂ. എത്ര കിട്ടും? ഒരു 1.5 ലക്ഷം കിട്ടും? 2 ലക്ഷത്തിന് അടുത്ത് കിട്ടും. അത്ര കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് തിരിച്ച് നമ്മൾ ഗുരുവായൂർ വണ്ടിയിലേക്ക് തന്നെ എത്തി. സ്വിഫ്റ്റ് ഡിസയർ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഡീസൽ ഓട്ടോമാറ്റിക്, 2018-19 രജിസ്ട്രേഷൻ, ഡീസൽ ഓട്ടോമാറ്റിക്, ZDI പ്ലസ്, ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ്. 19 രജിസ്ട്രേഷൻ വരുന്നത്, 18 മോഡലും. സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർ. ഓട്ടോ എത്ര പോയി? ഓട്ടം 68. ഓക്കെ, 68,000. സർവീസ് ഒക്കെ പ്രോപ്പറാണ്? കറക്റ്റ് സർവീസിലുണ്ട്. ഓക്കെ, 18 മോഡൽ, 19 രജിസ്ട്രേഷൻ, ZDI പ്ലസ് ഓട്ടോമാറ്റിക്, മൈലേജ് ഒരു 16-19 റേഞ്ച് ഒക്കെ ഏകദേശം. ആവറേജ് തന്നെ 18 കാണിക്കുന്നുണ്ടല്ലേ? അപ്പോൾ അത്രയും കിട്ടും. പുഷ് ബട്ടൺ, അലോയ്സ്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. നമ്മളെ സീറ്റ് കവറൊന്നും ഡാമേജ് ഒന്നും ആയില്ല അല്ലേ? അടിപൊളി കവർ തന്നെയാണ്. നീറ്റ് വണ്ടിയാണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? നമുക്ക് ലാസ്റ്റ് ഒരു 6,75,000 രൂപ കൊടുക്കാം. 6,75,000 ലാസ്റ്റാണ്. ലാസ്റ്റ് റേറ്റ്. ഓക്കെ, 6.25 ലക്ഷത്തിന് 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ, ZDI പ്ലസ് ഓട്ടോമാറ്റിക് ഈ ഒരു ഡിസയർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 6 ലക്ഷം രൂപ ലോണും കിട്ടും. 25,000 കണ്ടാൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. താല്പര്യം എന്നാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ നമ്മൾ കോമ്പാക്ട് SUV-ലേക്ക് വന്നു. ഹ്യുണ്ടായി ക്രെറ്റ KL47 വണ്ടിയാണ്. 47 എവിടെയാണ് വരിക? കൊടുങ്ങല്ലൂർ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡല്, പെട്രോള്, 70,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർഷിപ്പ്, വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. മാനുവൽ.
ഏത് ഓപ്ഷൻ? ബേസാണ്. അതെ, ബേസിൻ്റെ മേലെ അല്ലേ? ഓക്കെ. പക്ഷേ ഇതിൽ തന്നെ എല്ലാം വരുമല്ലോ ഫീച്ചേഴ്സ്? ഏകദേശം എല്ലാം ഉണ്ട്. ഇപ്പോൾ ടച്ച് സ്ക്രീൻ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്, നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവില്ല, ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ 21 മോഡലാണ്, പെട്രോൾ മാനുവൽ ക്രെറ്റ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് ഒരു 9,40 കൊടുക്കാം. 9,40,000 രൂപയ്ക്ക് 21 മോഡൽ ന്യൂ ഷേപ്പ് പെട്രോൾ മാനുവൽ ക്രെറ്റ. ഇപ്പോഴത്തെ ഷേപ്പ് അല്ല, ഇപ്പോഴത്തെ ഷേപ്പ് അല്ലേ, ഇതിന് തൊട്ട് മുന്നത്തെ ഷേപ്പ്. ഇപ്പോൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. 9 ലക്ഷം വരെ ലോണും കിട്ടും. അത്രയും മാക്സിമം കയറും അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് ഫോർഡ് എക്കോ സ്പോർട്ട്. ഇതും ഗുരുവായൂർ വണ്ടി തന്നെ. ടോപ്പിൻ്റെ ടൈറ്റാനിയം പ്ലസ് അല്ലേ? ഏറ്റവും ടോപ്പ്. എങ്ങനെയാ മോഡൽ കാര്യം? 2016 പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. മൈലേജ് കുറവായിരിക്കാം, പക്ഷേ പെർഫോമൻസും എല്ലാം ഉണ്ടാവും, സേഫ്റ്റി എല്ലാം ഉണ്ടാവും. മൈലേജ് ഒരു 12-13 ഒക്കെ ഉണ്ടാവില്ല, മാക്സിമം 11 to 13 ഉണ്ടാവും. അപ്പോൾ കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 80 സർവീസ് കഴിഞ്ഞു. സിംഗിൾ ഓൺഷിപ്പ് ആണ് വണ്ടി, വേറെ റീപ്ലേസ് ഒന്നുമില്ല, ഒന്നും ചെയ്യാനുമില്ല. ഇപ്പോൾ സർവീസ് കഴിഞ്ഞാണ്. ഇനി 95,000 ചെയ്താൽ മതി അല്ലേ? ഇത് 90,000 ഇതാണ്. 90 10 കൂടുമ്പോൾ അല്ലേ? ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാ ഇത്? ലാസ്റ്റ് നമുക്കൊരു 5 രൂപ കൊടുക്കാം. 5 ലക്ഷത്തിന് 2016 പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ആൻഡ് ടൈറ്റാനിയം പ്ലസ് 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന അത്രയും സേഫ്റ്റിയും വരുന്ന വാഹനമാണ്. ലോൺ ഒരു 4.5 വരെ ചാൻസ് ഉണ്ട്. എക്കോ സ്പോർട്ട് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ എടുക്കാം. വേറെ ഒരു വർക്കുമില്ല, പെട്രോളാണ്, ഓട്ടോമാറ്റിക്കുമാണ് അല്ലേ? അടുത്ത 7 സീറ്ററാണ്. കിയ കാരൻസ് KL77 രജിസ്ട്രേഷനാണ്. വടക്കോട്ടാണ്, പേരാമ്പ്ര. പിന്നെ നല്ല അടിപൊളി ടയേഴ്സ് ഫ്രണ്ടിലുണ്ട്, പുറകിലൊക്കെ ആവറേജ് ആണല്ലേ? ഫ്രണ്ടിൽ 2 വണ്ടിയില്ലേ? സ്റ്റെപ്പിനൊന്നും മാറ്റിയിട്ടല്ലോ? ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2024 വണ്ടി, 55,000 കിലോമീറ്റർ ഓട്ടം, ഡീസൽ IMT ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ. ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ മാറ്റാം. വണ്ടി ഓഫായി പോകുന്ന പ്രശ്നം ഒന്നുമില്ല അല്ലേ? ഗിയർ മാറ്റണം തോന്നുമ്പോൾ ഗിയർ മാറ്റാം, ഒരു ഇഷ്ടത്തിന് അല്ലേ? ഓക്കെ. 24 മോഡൽ ഓട്ടം പോയിട്ടുണ്ട്. പിന്നെ ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജ് ഉണ്ടാവും വണ്ടി. 20 തന്നെ അടുപ്പിച്ച് കിട്ടില്ല ഏകദേശം. IMT ആണ്. അപ്പോൾ ഏകദേശം 18 ലക്ഷം രൂപ വരുന്ന വണ്ടിയാണ്. പ്രസ്റ്റീജ്. ഏത് ഓപ്ഷൻ? പ്രസ്റ്റീജ് അല്ലേ? പ്രസ്റ്റീജ് മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. പക്ഷേ ഇതിൽ തന്നെ ഓൾമോസ്റ്റ് ഒരുപാട് ഫീച്ചേഴ്സ് വരും കിയ ആയതുകൊണ്ട്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാ? നമുക്ക് ലാസ്റ്റ് ഒരു 12,90 കൊടുക്കാം. 12,90,000 രൂപയ്ക്ക് 2024 ഡീസൽ IMT കിയ കാരൻസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അന്ന് 18 സംതിങ് വരാവുന്ന വണ്ടിയാണല്ലേ? ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ലോണ് എത്ര കയറും? ഏകദേശം 12 ലക്ഷം കിട്ടും. സർവീസ് ഒക്കെ പ്രോപ്പറല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിൽ അടുത്തത് ഹോണ്ട അമേസിൻ്റെ ഇപ്പോഴത്തെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ് അല്ലേ? അതെ. ഇപ്പോഴത്തെ ഗ്രില്ല് ഒരു വീതി കൂടിയ ഗ്രില്ലാണ്. ഇത് കുറച്ചുകൂടെ സ്റ്റൈലിഷാണ് എൻ്റെ അഭിപ്രായത്തിൽ. എന്തെങ്കിലും ഡീറ്റെയിൽ? ഇത് 2023 മോഡല്. 23. ഓക്കെ. ആകെ 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടോപ്പ് എൻഡ്. പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ മിഡിൽ ഓപ്ഷൻ അല്ല, ടോപ്പ് എൻഡ്. ഓക്കെ. ബട്ടർ സ്റ്റാർട്ട്, അലോയ്സ്, റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്ന വണ്ടി. വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞോ? 2023 ആകുമ്പോൾ 3 വർഷമല്ലേ വാറണ്ടി ഉണ്ടാവുക? ആവറായി. 26 വരെ വാറണ്ടി ഉണ്ടാവും. പിന്നെ 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാം, നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ഈ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് പോകുമ്പോൾ 2 വർഷം ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഷോറൂമായിട്ട് ബന്ധമല്ല, അഡീഷണൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാറണ്ടിയിൽ കുറച്ച് ഡൗട്ട് ഉണ്ട്, അതാ പുതിയ ഇതിനകത്ത് ഓണ ചോദിച്ചാൽ. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്ര? നമുക്കൊരു 7,50 കൊടുക്കാം. 7.5 ലക്ഷത്തിന് ഫുൾ ഓപ്ഷൻ 2023 കമ്പനി വാറണ്ടിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോണ്ട അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, മാനുവൽ. ലോണ് ഏകദേശം ഫുൾ ലോൺ കിട്ടാൻ സാധ്യത. ഫുൾ ലോൺ തന്നെ 11ന്റെ അടുത്ത് വരുന്ന വണ്ടിയാണ്. ഏകദേശം എന്താ പറയുക, ഒരു 13-16 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. അടുത്ത വണ്ടി അടുത്ത സെഡാൻ എറ്റിയോസ് ആണ്. ടൊയോട്ട എറ്റിയോസ് KL46 വണ്ടി തന്നെ, ഗുരുവായൂർ. ഇതിൽ അഡീഷണൽ ഉള്ള അടിപൊളി അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന വണ്ടി അല്ലേ? കുറച്ച് ബൾക്കി ടയേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2011 വണ്ടി, 11 മോഡൽ, പെട്രോളാണ്. ഇങ്ങോട്ട് നമ്പറായ വണ്ടിയാണ്. ഓ, റീ ആയതാണ്. പക്ഷേ വണ്ടി കുറേ ആയി ഇങ്ങോട്ട് നമ്പറായിട്ട്. വണ്ടി ക്ലീൻ ആണ്. എത്ര കൊല്ലായി? കുറേ വർഷമായി ഉണ്ടായിട്ട്, ഒരു 5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ എത്ര ഓണർഷിപ്പ് ഇപ്പോൾ മാറിയ? സെക്കൻഡ് വെക്കാണ്. അവിടെ ഒന്ന് ഇവിടെ ഒന്ന്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓണർഷിപ്പ് തന്നെ പോകുന്ന വണ്ടിയാണ്. 2011 മോഡല്, പെട്രോള്. ഏതാ ഓപ്ഷൻ? ജി ആണ്. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 2,000 രൂപ കൊടുക്കാം. 2,20,000.
220 കേരള നമ്പർ ആയി കഴിഞ്ഞ 11 മോഡൽ പെട്രോൾ മാനുവൽ ഈ ഒരു എറ്റിയോസ് കൊണ്ടുപോകാം. കിലോമീറ്റർ എത്ര കാണിക്കുന്നത്? കിലോമീറ്റർ 1.30. ജനുവാണോ? ജനുവനാവാനാ സാധ്യത. അതിന്റെ ഉള്ളിലത്തെ ഇന്റീരിയലൊക്കെ കണ്ടിട്ട് ഇനി വേണമെങ്കിൽ കൊണ്ടുപോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. റീപ്ലേസ് ഒന്നും ഇല്ല വണ്ടിക്ക്. അപ്പോൾ താല്പര്യം വിളിക്കാൻ ലോണ് കയറുമോ? ഇല്ല, ലോണില്ല. കിട്ടൂല. 11 അടുത്ത വണ്ടി. അടുത്ത നമ്മുടെ അവസാനത്തെ വാഹനമാണ് KL 64 ചാലക്കുടി രജിസ്ട്രേഷനുള്ള എറ്റിയോസ് ലിവയാണ്. ഡ്യുവൽ ടോണാ? അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡല്. 19 ലിവ. വി ഓപ്ഷൻ പെട്രോള്. പെട്രോൾ വി ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അതെ അതെ. ഓക്കെ. അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കിലോമീറ്റർ എത്ര ഓടി? 85. 85,000. ഓണർഷിപ്പ് സിംഗിളാ? സെക്കൻഡ് ഓണർഷിപ്പ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. ഒന്നുമില്ല. ലിവയാണ്. ഒരു 11-14 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. അതെ. എത്രയാ ചോദിക്കുന്നതിന്? നമുക്ക് ലാസ്റ്റ് ഒരു 5.30 എടുക്കാം. 5,30,000 രൂപയ്ക്ക് 2019 മോഡൽ 19 വി ഓപ്ഷൻ ലിവ നിങ്ങൾക്ക് കൊണ്ടുപോകാം. കേരള വണ്ടി. അതെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോളൂ. ഒരു 5 ലക്ഷം വരെ ലോൺ കിട്ടും. ഏകദേശം ഒരു 4.25. 4.25 വരെ. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ലാസ്റ്റ് വണ്ടിയായിരുന്നു. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ബ്രോസ്കാസ് മമ്മിയൂരാണ് ലൊക്കേഷൻ വരുന്നത്, ഗുരുവായൂരിൻ്റെ അടുത്ത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. ഹുസൈൻ ഇനിയും വണ്ടി സ്റ്റോക്ക് കയറാണ്ടോ? വണ്ടി വരാണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.